PMശ്രീയിലെ ഈ തർക്കത്തെക്കുറിച്ച് CPI തർക്കത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ PM ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാവുകയാണ്. CPM-ൽ വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി നാട്ടിൽ തിരികെ എത്തിയതോടെ അനുനയ നീക്കങ്ങൾ സജീവമാകുന്നുണ്ട്. ഇന്ന് ചേരുന്ന അടിയന്തര CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. AK സ്റ്റെഫിൻ തന്നെ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, CPM അനുനയ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ്. മുഖ്യമന്ത്രി കൂടി തിരികെ എത്തിയതോടുകൂടി ഇനി ഏത് തരത്തിലായിരിക്കും ഈ അനുനയ നീക്കങ്ങൾ നടക്കുക? അതിൻ്റെ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും മോത്തി, സാധ്യതകൾ ഏറെയുണ്ട്. കാരണം ഒരു അനുനയത്തിലൂടെ CPIയെ വരുതിയിലാക്കുക എന്ന നീക്കം തന്നെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉയരുന്നത്. അതുകൊണ്ടാണ് സമീപകാലത്തൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി തന്നെ CPIയുടെ ആസ്ഥാനത്ത് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. മന്ത്രി V. ശിവൻകുട്ടി എത്തി സർക്കാരിൻ്റെ നിലപാട്, ഒപ്പം തന്നെ CPIയെ കേൾക്കാൻ തയ്യാറായി. CPIയുമായിട്ട് ആശയങ്ങൾ പങ്കിട്ടു. പക്ഷേ അപ്പോഴും അവർ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യമൻ സ്മാരകത്തിലെത്തി മന്ത്രി V. ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിലും ഈ ആശങ്കകൾ തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മന്ത്രി GR അനിലും എല്ലാം തന്നെ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി തിരിച്ചെത്തിയതോടുകൂടി ആ തരത്തിൽ ഒരു ചർച്ചയ്ക്ക് പുതിയ വഴി തുറക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ഇതുവരെ ഈ വിഷയത്തിൽ CPI നേതാക്കളുമായി സംസാരിച്ചിട്ടില്ല. അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് നിലപാട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ട് അറിയേണ്ടത്. കാരണം എലപ്പുള്ളി മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു എതിർപ്പ് CPI ഉയർത്തിയിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. അതിനുശേഷം ഏതായാലും മുന്നണിയിൽ വിഷയം ചർച്ചയ്ക്ക് വരണം എന്നുള്ളതായിരുന്നു അന്ന് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത്. അത് CPM അംഗീകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ചർച്ച അന്ന് യമൻ സ്മാരകത്തിൽ തന്നെയാണ് ആ ചർച്ച നടന്നത്. അതിനുശേഷം CPI പറഞ്ഞ പല കാര്യങ്ങൾ, ആശയങ്ങൾ മുന്നോട്ട് വെച്ച് അത് അംഗീകരിച്ചുകൊണ്ടാണ് LDF യോഗം മുന്നോട്ട് പോയത്. അപ്പോൾ ഈ വിഷയത്തിലും അതോടൊപ്പം CPI ആവശ്യപ്പെട്ടിരുന്നത് ഈ മുന്നണിക്കുള്ളിൽ ചർച്ച വേണമെന്നുള്ളതാണ്. അത് ഏതായാലും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ, അതാണ് ഏറെ ഉറ്റുനോക്കുന്നത്. ഏതായാലും സാധാരണഗതിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ചേരുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം. ആ സെക്രട്ടേറിയറ്റ് യോഗം അടിയന്തരമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ വിഷയം എത്രത്തോളം ഗൗരവമായിട്ട് CPM നേതൃത്വം കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണത്. ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടിയുടെ ഒരു നിലപാട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും. ശരി, AK സ്റ്റെഫിനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കരുതുന്നു. അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അനുനയ നീക്കം വിജയിക്കുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം.